രാവിലെ അടുക്കളയിൽ നിന്നാണ് മീരയുടെ ഉറക്കം പതുക്കെ ഉണരുന്നത്. ചെറിയ വീട്ടിലെ അടുക്കളയിൽ പുലർച്ചയുടെ മങ്ങിയ വെളിച്ചം ജനൽ വഴി അകത്തേക്ക് കയറുന്നു. നിലത്ത് വിരിച്ചിട്ടുള്ള പഴയ പായൽ മേലായിരുന്നു മീര കിടന്ന് ഉറങ്ങിയത്. മീര പതുക്കെ കണ്ണു തുറന്നു. ഉറക്കത്തിന്റെ ഭാരം ഇപ്പോഴും അവളുടെ മുഖത്ത് കാണാം. കുറച്ചു നിമിഷം അവൾ അങ്ങനെ തന്നെ കിടന്നു. പിന്നെ പതുക്കെ എഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾക്ക് എഴുന്നേൽക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. അവളുടെ വലത്തെ കാലിന് സ്വാധീനം കുറവുണ്ട്. കൈകൊണ്ട് പതുക്കെ കാൽമേൽ പിടിച്ച് മീര എഴുന്നേൽക്കുവാൻ നോക്കി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മീര പായയിൽ നിന്ന് എഴുന്നേറ്റു. മീര അടുക്കളയിൽ പായയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കാൻ സമയത്തായിരുന്നു അടുക്കളയിൽ വാതിലിന് സമീപത്ത് ആരോ വരുന്നതിന്റെ ശബ്ദം കേട്ടത്. മീര പതുക്കെ തല തിരിച്ചു നോക്കി. അവിടെ സുലോചന നിൽക്കുകയായിരുന്നു. സുലോചന പതുക്കെ മീരയുടെ അരികിലേക്ക് നടന്നു വന്നു. സുലോചനയുടെ മുഖത്ത് കടുപ്പം നിറഞ്ഞതായിരുന്നു. സുലോചന മീരയുടെ രണ്ടാനമ്മയാണ്. മീരയുടെ സ്വന്തം അമ്മ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. ആ മരണത്തിന് ശേഷം വീട്ടിലെ എല്ലാം മാറി. അമ്മ നഷ്ടപ്പെട്ടതിന്റെ വേദന മാറും മുൻപേ മീരയുടെ അച്ഛൻ വീണ്ടും മറ്റൊരു വിവാഹം കഴിച്ചു. അങ്ങനെയാണ് സുലോചന ആ വീട്ടിലെത്തിയത്. ആ ദിവസം മുതൽ മീരയുടെ ജീവിതം പഴയ പോലെയായിരുന്നില്ല. സുലോചന അടുക്കളയ്ക്കുള്ളിൽ കയറിക്കൊണ്ട് മീരയുടെ അടുത്തേക്ക് വന്നു നിന്നു. മീര ഇപ്പോഴും പതുക്കെ നിൽക്കുവാൻ ശ്രമിക്കുകയാണ്. അവളുടെ വലതുകാലിന് ബലം കുറവായതിനാൽ നിൽക്കാനും നടക്കുവാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സുലോചന മീരയെ ഒരു നിമിഷം നോക്കി. ആ നോട്ടത്തിൽ സ്നേഹമുണ്ടായിരുന്നില്ല. മീര ഒന്നും പറയാതെ നിശബ്ദമായി നിൽക്കുകയായിരുന്നു. അടുക്കളയിൽ വീണ്ടും നിശബ്ദത പടർന്നു. അന്ന് വീട്ടിൽ ഒരു പ്രത്യേക തിരക്കായിരുന്നു. സുലോചന വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം സുലോചനയുടെ മകൾ കാവേരിയെ പെണ്ണ് കാണുവാൻ ചിലർ ആ ദിവസം വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. അതിന്റെ ഒരുക്കങ്ങളിലായിരുന്നു സുലോചന മുഴുകിയത്. വീട്ടിനകത്ത് എല്ലായിടത്തും സുലോചന വേഗം നടന്ന് എല്ലാം പരിശോധിക്കുകയാണ്. എന്നാൽ ആ സന്തോഷത്തിനിടയിലും മീരയെ വഴക്കു പറയുന്നതിൽ സുലോചന മറന്നില്ല. അടുക്കളയിൽ നിൽക്കുന്ന മീരയെ കണ്ടപ്പോൾ തന്നെ സുലോചനയുടെ മുഖം കടുപ്പമായി. സുലോചന മീരയുടെ അടുത്തേക്ക് വന്ന് കോപത്തോടെ പറഞ്ഞു, "നീ ഇവിടെ എന്താണ് എടുക്കുന്നത്? വീട്ടിൽ ഇത്രയും ജോലി കിടക്കുമ്പോൾ?" മീര ഒന്നും പറയാതെ തല താഴ്ത്തി. പക്ഷെ സുലോചനയുടെ കോപം അതിൽ അവസാനിച്ചില്ല. സുലോചന വീണ്ടും കടുപ്പത്തോടെ പറഞ്ഞു, "ഈ വീട്ടിലുണ്ടായ എല്ലാ ദുരന്തത്തിനും കാരണക്കാരി നീയാണല്ലോ. സ്വന്തം അച്ഛനെ പോലും കൊലയ്ക്ക് കൊടുത്തതാണ് ഇവൾ." ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പതുക്കെ ഒഴുകി. സത്യം എന്തെന്നാൽ മീരയുടെ അച്ഛൻ മരിച്ചത് കാവേരി ജനിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴായിരുന്നു. പക്ഷേ ആ മരണത്തിന്റെ കുറ്റം സുലോചന എപ്പോഴും മീരയുടെ മേലാണ് ചുമത്തുന്നത്. ആ ദിവസം മുതൽ സുലോചനയ്ക്ക് ഒരേ ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഈ വീട്ടിൽ സംഭവിച്ച എല്ലാ നാശത്തിനും കാരണം മീര തന്നെയാണ്. എന്നാൽ മീര ഇതെല്ലാം കേൾക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു. മീരയ്ക്ക് വലതുകാലം ബലം കുറവായതിനാൽ അത് ജന്മന ഉണ്ടായ പ്രശ്നമായിരുന്നില്ല മീരയ്ക്ക്. മീരയുടെ ചെറുപ്പകാലത്ത് നടന്ന ഒരു സംഭവം. അപ്പോൾ മീര വളരെ ചെറിയ കുട്ടിയായിരുന്നു. ഒരു ദിവസം അവൾക്ക് കഠിനമായി പനി പിടിച്ചു. ശരീരം മുഴുവൻ ക്ഷീണിച്ചു പോയിരുന്നു. പനി കാരണം മീരയ്ക്ക് നിൽക്കുവാനും നടക്കുവാനും പോലും ബുദ്ധിമുട്ടായിരുന്നു. ആ ദിവസം അവൾ വീടിന്റെ ഒരു കോണിൽ ശാന്തമായി ഇരിക്കുകയായിരുന്നു. തലച്ചൂടോടെ ശരീരം വിറച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടിയായതിനാൽ എന്താണ് സംഭവിക്കുന്നത് പോലും മീരയ്ക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ വലതുകാലം ഒന്നും അടങ്ങി. ശരീരം ബാലൻസ് നഷ്ടപ്പെട്ട് അവൾ നിലത്തേക്ക് തെന്നി വീണു. വേദന കൊണ്ട് അവൾ ഉറക്കെ നിലവിളിച്ചു. പക്ഷെ ആ സമയം സുലോചന അതൊന്നും വലിയ കാര്യമായി കണ്ടില്ല. സുലോചന അത് ശ്രദ്ധിച്ചിരുന്നില്ല. കുട്ടികൾ ഇങ്ങനെ വീഴാറുണ്ട്, കുറച്ചു സമയം കഴിഞ്ഞാൽ മാറിക്കോളും എന്ന് മാത്രമാണ് സുലോചന പറഞ്ഞിരുന്നത്. മീര കരഞ്ഞുകൊണ്ടേയിരുന്നു. കാലിൽ വേദനയുണ്ടായിരുന്നു. പക്ഷേ ആരും തന്നെ മീരയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനോ ഡോക്ടറെ കാട്ടുവാനോ തയ്യാറായില്ല. ആ സമയത്ത് മീരയുടെ അച്ഛൻ മരിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ചെറിയ വീഴ്ചയിലൂടെ ഉണ്ടായ ആ പ്രശ്നം കാലിലെ ഇൻഫെക്ഷനായി മാറി. കാലിൽ വേദന കൂടിക്കൊണ്ടേയിരുന്നു. നടക്കുമ്പോൾ മീരയ്ക്ക് ബുദ്ധിമുട്ട് തോന്നുവാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും സുലോചന അതിനെ ഗൗരവമായി എടുത്തില്ല. സമയത്ത് ചികിത്സ കിട്ടാത്തതിനാൽ കാലിൽ ഇൻഫെക്ഷൻ വന്നു. പിന്നീട് മീരയുടെ വലതുകാലിന്റെ ചലനശേഷിയെ ബാധിച്ചു. പതുക്കെ ആ കാലിന്റെ ബലം കുറയുവാൻ തുടങ്ങി. അതോടെ മീരയുടെ ജീവിതം തന്നെ മാറി. അവൾക്ക് നടക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നടക്കേണ്ടി വരും. വേഗത്തിൽ നടക്കുവാൻ കഴിയുന്നില്ല. നിൽക്കുവാനും എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും വളരെ ബുദ്ധിമുട്ട്. ഇതെല്ലാം സംഭവിച്ചതിന് പിന്നിൽ സുലോചനയുടെ ശ്രദ്ധ കുറവാണ് എന്നത് സത്യമായിരുന്നു. പക്ഷെ ആ സത്യം സുലോചന ഒരിക്കലും സമ്മതിക്കുവാൻ തയ്യാറായിരുന്നില്ല. അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ പോലും സുലോചന ഉടനെ തന്നെ കോപപ്പെടും. സുലോചനയ്ക്ക് മുന്നിൽ അതിനെക്കുറിച്ച് ആരും സംസാരിക്കാൻ പോലും ധൈര്യപ്പെട്ടിരുന്നില്ല. സുലോചന അടുക്കളയിൽ നിന്ന് മീരയെ നോക്കി വീണ്ടും കഠിനമായി വഴക്ക് പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ കോപവും വെറുപ്പും നിറഞ്ഞിരുന്നു. മീര ഒന്നും പറയാതെ നിശബ്ദമായി നിന്നു. കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞിരുന്നു. പിന്നീട് കുറെ നേരം വഴക്ക് പറഞ്ഞ ശേഷം സുലോചന അപ്രതീക്ഷിതമായി ഒന്ന് തിരിഞ്ഞു. അവളുടെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രമാണ് ഇപ്പോൾ ഉള്ളത്: കാവേരി. ഇന്ന് കാവേരിയെ പെണ്ണ് കാണാൻ ആളുകൾ വരുന്നുണ്ട്. ഇതുകൊണ്ട് സുലോചന മുഴുവൻ ശ്രദ്ധ ഇപ്പോൾ സ്വന്തം മകൾ കാവേരിയുടെയിലാണ്. സുലോചന വേഗം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. നേരെ കാവേരിയുടെ അരികിലേക്ക്. അടുക്കളയിൽ മീര നിശബ്ദമായി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അവിടെ നിന്നു. സുലോചന അടുക്കളയിൽ നിന്ന് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. അവളുടെ മനസ്സ് മുഴുവൻ കാവേരിയിലായിരുന്നു. ഇന്ന് കാവേരിയെ പെണ്ണ് കാണാൻ ആളുകൾ വരുന്നുണ്ട്. അതിനാൽ വീട്ടിൽ എല്ലാം നല്ല രീതിയിൽ കാണിക്കണമെന്ന ആവേശം സുലോചനയ്ക്ക് ഉണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൾ നേരെ കാവേരി ഇരിക്കുന്ന മുറിയിലേക്ക് സുലോചന എത്തി. കാവേരി വലിയ കണ്ണാടിന് മുൻപിൽ ഇരിക്കുകയായിരുന്നു. കാവേരിയുടെ മുൻപിൽ പലതരം മേക്കപ്പ് സാധനങ്ങൾ പരത്തി വെച്ചിരിക്കുന്നു. കാവേരിയുടെ ശ്രദ്ധ മുഴുവൻ തന്റെ മുഖത്ത് വീണ്ടും പൗഡറും ക്രീമും പുരട്ടിക്കൊണ്ടിരിക്കുന്നതിലായിരുന്നു.
സുലോചന അവളെ അടുത്തേക്ക് വന്നു. അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാവേരിയെ നോക്കി മുഖത്ത് സന്തോഷം നിറഞ്ഞിരുന്നു. എന്റെ മോള് നോക്കൂ, എത്ര സുന്ദരിയാണല്ലോ എന്ന് സുലോചന സന്തോഷത്തോടെ പറഞ്ഞു. സുലോചന വീണ്ടും വീണ്ടും കാവേരി പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. കാവേരി ചെറുപ്പം മുതലേ തന്നെ സ്വന്തം രൂപത്തിലും അലങ്കാരത്തിലും വളരെ അധികം ശ്രദ്ധ കൊടുക്കുന്നവളായിരുന്നു. വീട്ടിലെ മറ്റു കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പഠനത്തിലും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്ങനെയോ ശ്രമിച്ച് ഡിഗ്രി പാസ്സായി, അത്രയുള്ളോ. അതിനുശേഷം അവൾ ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ സൗകര്യമായി ഇരിക്കുകയായിരുന്നു. കാവേരിയുടെ സമയം കൂടുതൽ പോകുന്നത് മേക്കപ്പിലും വസ്ത്രത്തിലും കണ്ണാടിന് മുന്നിൽ തന്നെയായിരുന്നു. പുറത്തു പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും കാവേരി തന്റെ രൂപത്തെ എപ്പോഴും കണ്ണാടിയിൽ നോക്കും. പക്ഷെ സുലോചനയ്ക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല. അവൾക്ക് തന്റെ മകൾ ലോകത്തിലെ ഏറ്റവും നല്ല പെൺകുട്ടി തന്നെയായിരുന്നു. സുലോചന വീണ്ടും കാവേരിയുടെ മുടി ശരിയാക്കി. കാവേരിയുടെ വസ്ത്രം ഒന്ന് നേരെ വെച്ചു. മുഖത്ത് വലിയ അഭിമാനം നിറച്ചിരുന്നു. ഇന്ന് വരുന്നവർക്ക് കാവേരിയെ ഇഷ്ടപ്പെടണം എന്ന് സുലോചനയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ സുലോചന വീണ്ടും വീണ്ടും കാവേരിയെ നോക്കി പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. അവരുടെ മുറിയിൽ സന്തോഷവും ആവേശവും നിറഞ്ഞിരുന്നു. എന്നാൽ അടുക്കളയിൽ ഒരു കോണിൽ നിറഞ്ഞ കണ്ണുമായി മീര ഇപ്പോഴും നിൽക്കുകയാണ്. അടുക്കളയിൽ മീര മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നു. കണ്ണുകളിൽ നിന്ന് ഒഴുകിയ കണ്ണുനീർ അവൾ കൈയുടെ പുറംഭാഗം കൊണ്ട് പതുക്കെ തുടച്ചു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുവാൻ സമയമില്ല. വീട്ടിലിപ്പോഴും ചെയ്യുവാനുള്ള കുറേ ജോലികളുണ്ടായിരുന്നു. വലത്തെ കാലിന് ബലം കുറവായതിനാൽ അവൾക്ക് പതുക്കെ മാത്രമാണ് എല്ലാ ജോലികളും ചെയ്തു തീർക്കുവാൻ പറ്റുകയുള്ളൂ. അടുക്കളയിൽ പാത്രങ്ങൾ നിറഞ്ഞു കിടക്കുന്നു. രാവിലെ മുതൽ കഴുകാത്ത പാത്രങ്ങളുണ്ട്. മീര പതുക്കെ എഴുന്നേറ്റ് പാത്രങ്ങളിലേക്ക് പോയി. പാത്രങ്ങളെല്ലാം അവൾ പതുക്കെ പതുക്കെ കഴുകി വയ്ക്കുവാൻ തുടങ്ങി. തണുത്ത വെള്ളം അവളുടെ കാലുകളിലേക്ക് ഒഴുകി. പാത്രങ്ങൾ തമ്മിലിടിക്കുമ്പോൾ ചെറിയ ശബ്ദം മാത്രം അടുക്കളയിൽ കേട്ടു. പുറത്ത് സുലോചനയും കാവേരിയും സംസാരിക്കുന്ന ശബ്ദം ഇടയ്ക്കിടെ അകത്തേക്കെത്തി. അവരുടെ ചിരിയും സന്തോഷം വീട്ടിൽ മുഴങ്ങുമ്പോൾ അടുക്കളയിൽ ഒരു കോണിൽ മീരയുടെ നിശബ്ദതം കഷ്ടപ്പാട് മാത്രമായിരുന്നു. പാത്രങ്ങൾ കഴുകി വെച്ച ശേഷം പിന്നീട് അവൾ മറ്റു പണികളിലേക്ക് തിരിഞ്ഞു. പച്ചക്കറികൾ കഴുകണം, അരി വേവിക്കണം, ചായക്കായി വെള്ളം ചൂടാക്കണം. എല്ലാ ജോലിയും മീര ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. കാലിൽ വേദന ഉണ്ടായിരുന്നാലും അവൾ ജോലി നിർത്തിയില്ല. മീരയുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. വേദനയും നിശബ്ദവും കഷ്ടപ്പാട് നിറഞ്ഞിരുന്ന ജീവിതം. പുറത്ത് എല്ലാവരും തിരക്കിലും സന്തോഷത്തിലുമായിരിക്കുമ്പോഴും അടുക്കളയിൽ മീരയുടെ ഒരു ദിവസം പതുക്കെ മുന്നോട്ട് പോകുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീടിന്റെ പുറത്ത് ഒരു കാർ വന്നു നിർത്തുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടതോടെ സുലോചന പെട്ടെന്ന് പുറത്തേക്ക് നോക്കി. അവർ വന്നിരിക്കുന്നു എന്ന് ആവേശത്തോടെ പറഞ്ഞു. വീടിന് മുൻപിലെ കാർ നിൽക്കുന്നു. കാറിന്റെ വാതിൽ തുറന്ന് ആദ്യമിറങ്ങിയത് ഒരു മധ്യവയസ്കയായ സ്ത്രീയായിരുന്നു. അത് ലളിത, വരന്റെ അമ്മ. വരൻ വിവേക് പിന്നീട് പതുക്കെ ഇറങ്ങി. വിവേക് പട്ടണത്തിലെ വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമയായിരുന്നു. നല്ല ബിസിനസ്സും നല്ല പേരുമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധം സുലോചനയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വിവേക് നന്നായി വേഷം ധരിച്ച് ശാന്തമായി നിൽക്കുകയായിരുന്നു. അവന്റെ അമ്മ ലളിതയും ചുറ്റുമൊന്നു നോക്കി. വീടിന് അകത്തു നിന്ന് സുലോചന ഇതെല്ലാം കണ്ടു. മുഖത്ത് സന്തോഷം നിറഞ്ഞു. സുലോചന വേഗം പുറത്തേക്ക് നടന്നു. വരൂ വരൂ എന്ന് സ്നേഹത്തോടെ സുലോചന അവരെ സ്വാഗതം ചെയ്തു. സുലോചനയുടെ ശബ്ദത്തിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. സുലോചന വേഗം മുറ്റത്തേക്ക് ചെന്നു. നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. വഴിയിൽ വല്ല ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ലളിതയും വിവേകിനോട് സംസാരിക്കുവാൻ തുടങ്ങി. ലളിത ചെറിയൊരു പുഞ്ചിരിയോടെ തലകുനിച്ചു. വിവേക് ശാന്തമായി ചുറ്റും നോക്കി. സുലോചന ഉടനെ പറഞ്ഞു, അകത്തേക്ക് വരൂ, പുറത്തു നിൽക്കണ്ട. സുലോചന വളരെ സന്തോഷത്തോടെ അവരെ വീടിനകത്തേക്ക് കയറ്റി. വീട്ടിലെ ഹാളിൽ അവരേക്ക് കൊണ്ടുപോയി സുലോചന ഇരിക്കുവാൻ പറഞ്ഞു. സുലോചനയുടെ മുഖത്ത് അഭിമാനവും സന്തോഷവും വ്യക്തമായിരുന്നു. ഇന്ന് നടക്കുന്ന ഈ പെണ്ണ് കാണൽ കാവേരിയുടെ ജീവിതം മാറുന്ന ദിവസമായിരിക്കുമെന്ന് സുലോചന മനസ്സിൽ കരുതി. അതിനാൽ വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. അതേസമയം അടുക്കളയിൽ നിന്ന് ശബ്ദങ്ങൾ എല്ലാം മീര ശാന്തമായി കേട്ടുകൊണ്ടേയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സുലോചന കാവേരിയെ വിളിച്ചു. കാവേരി, ചായ കൊണ്ടുപോയോ എന്ന് സുലോചന പറഞ്ഞു. കാവേരി അകത്തേക്ക് പോയി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ചായയുടെ ട്രേ എടുത്ത് പുറത്തേക്ക് വന്നു. കാവേരി വളരെ അലങ്കാരമായി തയ്യാറായിരിക്കുന്നു. മുഖത്ത് കട്ടിയായി മേക്കപ്പ്, മുടി നന്നായി ഒതുക്കി, പുതിയ വസ്ത്രം ധരിച്ച് അവൾ പതുക്കെ ഹാളിലേക്ക് നടന്നു. ട്രേ മേശപ്പുറത്ത് വെച്ചു. ചായക്കപ്പുകൾ ഒന്നൊന്നെടുത്ത് ആദ്യം ലളിതയ്ക്കും പിന്നെ വിവേകിനും നൽകി. വിവേക് ശാന്തമായി കാവേരിയെ ശ്രദ്ധിച്ചു നോക്കി. അവളുടെ സംസാരവും പെരുമാറ്റവും എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവൻ ശ്രമിക്കുകയായിരുന്നു. കുറച്ച് നിമിഷം നിശബ്ദത ഉണ്ടായി. പിന്നീട് വിവേക് ചെറിയൊരു പുഞ്ചിരിയോടെ കാവേരിയോട് ചോദിച്ചു, നിനക്ക് എന്തൊക്കെ ഹോബികളാണ് ഉള്ളത്? ഇപ്പോൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും പോകുന്നുണ്ടോ? അവൻ്റെ ശബ്ദം വളരെ ശാന്തമായിരുന്നു. സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമെന്ന പോലെ അവൻ ചോദിച്ചു. കാവേരി ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. ഉടൻ അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഷോപ്പിംഗ് ആണ്, പിന്നെ മേക്കപ്പ്, അതിലാണ് എനിക്ക് ഏറ്റവും താല്പര്യം. അവൾ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് വലിയ അഭിമാനമുണ്ടായിരുന്നു. അതിൽ അവൾക്ക് വലിയ കാര്യമായൊരു ഉത്തരമെന്ന പോലെ തോന്നി. പക്ഷേ ആ വാക്കുകൾ കേട്ടപ്പോൾ വിവേക് ഒരു നിമിഷം നിശബ്ദമായി. അവൻ കാവേരിയെ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. അവളുടെ സംസാര രീതിയും കണ്ടപ്പോൾ തന്നെ അവന് പല കാര്യങ്ങളും മനസ്സിലായി. ജീവിതത്തെക്കുറിച്ചോ പഠനത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഒന്നും പറയാതെ ഷോപ്പിങ്ങും മേക്കപ്പും തൻ്റെ പ്രധാന താല്പര്യമെന്ന് പറയുന്ന കാവേരിയുടെ സ്വഭാവം അവന് വ്യക്തമായി മനസ്സിലായി. വിവേക് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ ചെറിയ നിമിഷത്തിൽ തന്നെ കാവേരി എങ്ങനെയൊരു പെൺകുട്ടിയാണെന്ന് അവൻ മനസ്സിലാക്കി. അവൻ ശാന്തമായി ചായക്കപ്പ് എടുത്ത് കുടിച്ചു.
അവിടെ ഇരുന്നിരുന്ന സുലോചന ഇപ്പോഴും സന്തോഷത്തോടെ കാവേരിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വിവേകിന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയാണ് പതുക്കെ രൂപം പെടുവാൻ തുടങ്ങിയത്. ഹാളിൽ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിവേകിന്റെ ഫോൺ മുഴുങ്ങിയത്. അവൻ ഫോൺ എടുത്തൊന്നു നോക്കി. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവൻ പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഫോൺ സംസാരിക്കാൻ അവൻ്റെ വീടിന് മുൻപിലെ വരാന്തയിലേക്ക് പോയി. വീടിന് പുറത്തേക്ക് ചെറിയ കാറ്റ് വീശുകയായിരുന്നു. വിവേക് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കള ഭാഗത്തു നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടത്. പെട്ടെന്നുള്ള ഒരു ചെറിയ നിലവിളി പോലെ. ആ ശബ്ദം കേട്ടപ്പോൾ വിവേക് ഒരു നിമിഷം ശ്രദ്ധിച്ചു. അവൻ തല തിരിച്ച് അടുക്കളയുടെ ഭാഗത്തേക്ക് ഒന്ന് നോക്കി. അതിനിടയിൽ തന്നെ സുലോചന വേഗത്തിൽ അടുക്കളയിലേക്ക് കയറി വന്നു. അടുക്കളയിൽ നിന്ന് മീരയെ കണ്ട സുലോചനയുടെ മുഖം ഉടനെ കടുപ്പമായി. എന്തിനാണ് നീ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത് എന്ന് കോപത്തോടെ സുലോചന മീരയോട് ചോദിച്ചു. മീര വേദന കൊണ്ട് വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ കൈ അല്പം ചുവന്നിരുന്നു. പതിഞ്ഞ ശബ്ദത്തിൽ മീര പറഞ്ഞു, ചോറൂറ്റുമ്പോൾ പെട്ടെന്ന് ചൂടുവെള്ളം മേത്തേക്ക് വീണു, അതുകൊണ്ടാണ് ഞാൻ ഒച്ച വെച്ചത്. മീര പറഞ്ഞപ്പോൾ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കേട്ടിട്ടും സുലോചനയുടെ കോപം കുറഞ്ഞില്ല. അതിന് ഇത്ര വലിയ ഒച്ച വേണോ വീട്ടിൽ അതിഥികളിരിക്കുമ്പോൾ എന്ന് വീണ്ടും സുലോചന മീരയെ ചീത്ത പറഞ്ഞു. വിവേക് പുറത്തുനിന്ന് ഇതെല്ലാം ശാന്തമായി ശ്രദ്ധിച്ചു. അവൻ വരാന്തയുടെ ഒരു വശത്ത് നിൽക്കുകയായിരുന്നു. അടുത്ത നിമിഷം സംഭവിച്ചത് അവനെ ഒരുപാട് അമ്പരിപ്പിച്ചു. സുലോചന പെട്ടെന്ന് കൈ ഉയർത്തി മീരയുടെ മുഖത്ത് അടിച്ചു. ആ ശബ്ദം അടുക്കളയിൽ മുഴങ്ങി. മീര ഒരു നിമിഷം തല താഴ്ത്തി നിശ്ചലമായി നിന്നു. അവളുടെ കണ്ണുകൾ ഉടൻ നിറഞ്ഞു. കണ്ണുനീർത്തുള്ളികൾ പതുക്കെ കവിളിലൂടെ ഒഴുകുവാൻ തുടങ്ങി. അവളൊന്നും പറഞ്ഞില്ല. വേദനയും അപമാനവും മാത്രം അവളുടെ മുഖത്ത് കാണാമായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വിവേക് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിൽക്കുകയായിരുന്നു. അവന് അത് വളരെ അസ്വസ്ഥമായ ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പ്രതികരിക്കാൻ അവന് കഴിയില്ലായിരുന്നു. അതൊരു മറ്റൊരു വീട്ടിലെ കാര്യമായിരുന്നല്ലോ അത്. കുറച്ചു നിമിഷം അവൻ അങ്ങനെ തന്നെ നിശബ്ദമായി നിന്നു. പിന്നീട് അവൻ പതുക്കെ തിരിഞ്ഞ് വീണ്ടും ഹാളിലേക്ക് അകത്തേക്ക് കയറി. പക്ഷേ ഇപ്പോഴും അവൻ്റെ മനസ്സിൽ അടുക്കളയിൽ കണ്ട ആ കാഴ്ചയുണ്ടായിരുന്നു. കുറച്ചു സമയം കൂടി ഹാളിലിരുന്ന് ചെറിയ സംസാരങ്ങൾ നടന്ന ശേഷം വിവേക് തൻ്റെ അമ്മ ലളിതയെ നോക്കി. ഇരുവരും ഒരുമിച്ച് ഒരു നിമിഷം കണ്ണിലൂടെ സംസാരിക്കുന്നത് പോലെ തോന്നി. അതിനുശേഷം ലളിത പതുക്കെ എഴുന്നേറ്റു. ശരി, ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ് എന്ന് ശാന്തമായി പറഞ്ഞു. സുലോചന ഉടനെ തന്നെ ആശ്ചര്യത്തോട് പറഞ്ഞു, അയ്യോ, ഇത്ര വേഗം പോകുന്നോ? കുറച്ചു നേരം കൂടി ഇരിക്കാമല്ലോ. ലളിത ചെറിയൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ബ്രോക്കറോട് വിവരം പറയാം. ആ വാക്കുകൾ കേട്ടപ്പോൾ സുലോചനയുടെ മുഖത്ത് വീണ്ടും പ്രതീക്ഷ നിറഞ്ഞു. സുലോചനയ്ക്ക് തോന്നിയത് ഈ ബന്ധം എന്തായാലും ഉറപ്പാകുമെന്നായിരുന്നു. ശരി ശരി, പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുലോചന അവരെ യാത്രയാക്കി. വിവേക് പതുക്കെ എഴുന്നേറ്റു നിന്നു. അവൻ ഒരു നിമിഷം ചുറ്റും നോക്കി. ഹാളിലൂടെ പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അടുക്കളയിൽ കണ്ട ആ സംഭവം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. അവനൊന്നും പറഞ്ഞില്ല. വീടിന് മുൻപിലെ മുറ്റത്തെത്തിയ ശേഷം ലളിതയും വിവേകും കാറിൽ കയറി. സുലോചന അവരെ സന്തോഷത്തോടെ യാത്രയാക്കി. വേഗം നല്ല വാർത്ത കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് സുലോചന പറഞ്ഞു. കാർ പതുക്കെ വീട്ടുമുറ്റം വിട്ട് പുറത്തേക്ക് പോയി. കാർ അകന്നു പോകുന്നത് വരെ സുലോചന സന്തോഷത്തോടെ നോക്കി നിന്നു. അവളുടെ മനസ്സിൽ ഇപ്പോഴും ഒരേയൊരു ചിന്ത മാത്രമായിരുന്നു. ഈ ബന്ധം നടന്നാൽ തൻ്റെ മകൾ കാവേരിയുടെ ജീവിതം വലിയ രീതിയിൽ മാറും എന്ന പ്രതീക്ഷ. പക്ഷെ കാർ മുന്നോട്ട് പോകുമ്പോൾ വിവേകിൻ്റെ മനസ്സിൽ ആ വീടിനെക്കുറിച്ചും മറ്റൊരു തരത്തിലുള്ള ചിന്തകളാണ് രൂപപ്പെടുവാൻ തുടങ്ങിയത്. വിവേകും അവൻ്റെ അമ്മയായ ലളിതയും കാറിൽ കയറി അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി. വഴിയൊട്ടെ ചില നിമിഷങ്ങൾ ഇരുവരും ഒന്നും സംസാരിച്ചില്ല. കാറിൻ്റെ ഉള്ളിൽ ഒരു ശാന്തത നിറഞ്ഞിരുന്നു. ലളിതയ്ക്ക് തോന്നിയത് മകൻ എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ്. വിവേൻ്റെ മുഖത്ത് ഒരു ഗൗരവം കാണാമായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അവർ വീട്ടിലെത്തി. വീട്ടിൽ കയറിയിരുന്ന ശേഷം ലളിത മകനെ നോക്കി പതുക്കെ ചോദിച്ചു, എന്താണ് നിനക്ക് തോന്നുന്നത്? പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടമായോ? വിവേക് ഒരു നിമിഷം നിശബ്ദമായിരുന്നു. പിന്നീട് അവൻ അമ്മയെ നോക്കി ശാന്തമായി പറഞ്ഞു, അമ്മേ, ഞാനൊരു കാര്യം പറയാം. ലളിത അവനെ ശ്രദ്ധിച്ചു. വിവേക് പതുക്കെ തുടർന്നു, അമ്മേ, ഇവിടെ നാം ഇന്ന് കണ്ടത് കാവേരിയെയല്ല, മറ്റൊരാളെയാണ്. ലളിതയ്ക്ക് ഒരു നിമിഷം ആശ്ചര്യം തോന്നി. നീ എന്താണ് ഈ പറയുന്നതെന്ന് ലളിത അവനോട് ചോദിച്ചു. അപ്പോൾ വിവേക് അവിടെ അടുക്കളയിൽ കണ്ട സംഭവത്തെ മുഴുവൻ അമ്മയോട് പറഞ്ഞു. ഫോൺ വന്നപ്പോൾ പുറത്തേക്ക് പോയതും അടുക്കളയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതും ചൂടുവെള്ളം കയ്യിൽ വീണതുകൊണ്ട് അവൾ വേദനിച്ച് ഒച്ച വെച്ചതും അതിനുശേഷം സുലോചന അവളെ ശകാരിച്ചതും അവസാനം മുഖത്തടിച്ചതും ഇതെല്ലാം വിവേക് വിശദമായി പറഞ്ഞു. ലളിത അത് കേട്ട് നിശബ്ദമായി നിന്നു. അമ്മേ, അവളുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു. പക്ഷേ അതിനൊപ്പം ഒരു വലിയ സഹനവുമുണ്ടായിരുന്നു. അവൻ കുറച്ചു നിമിഷം നിശബ്ദമായി നിന്നു. പിന്നീട് പതുക്കെ പറഞ്ഞു, അമ്മേ, എനിക്ക് കാവേരിയെ വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ല. ലളിത അവനെ ഒരു നിമിഷം ശ്രദ്ധിച്ചു. വിവേക് വീണ്ടും പറഞ്ഞു, എനിക്ക് മീരയെ വിവാഹം കഴിക്കണം. ആ വാക്കുകൾ കേട്ടപ്പോൾ ലളിത ഒന്ന് അത്ഭുതപ്പെട്ടു. പക്ഷേ വിവേക് ശാന്തമായി തുടർന്നു, അമ്മേ, അവളെപ്പോലൊരു പാവം പിടിച്ച പെൺകുട്ടിയാണ് എനിക്ക് ഭാര്യയായി വേണ്ടത്. അവൾ ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടിയാണ്. അവൾക്ക് ആരെങ്കിലും ഒന്ന് നല്ല ജീവിതം കൊടുത്താൽ. വിവേകിൻ്റെ ആ വാക്കുകളിൽ ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. അമ്മ, ഞാൻ അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഒരു കാര്യം തോന്നി. ആ പെൺകുട്ടിക്ക് ഇനി ഇങ്ങനൊരു ജീവിതം ഉണ്ടാകരുത്. ലളിത കുറച്ചു നിമിഷം ഒന്നും പറയാതെ മകനെ നോക്കി. അവൾക്ക് മകൻ്റെ മനസ്സ് നന്നായി അറിയാം. വിവേക് ഒരിക്കലും ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്ന ആളല്ല. അവൾ ശാന്തമായി ഒരു ശ്വാസം വിട്ടു. പിന്നീട് പതുക്കെ പറഞ്ഞു, നിനക്ക് ശരി എന്ന് അതാണ് തോന്നുന്നതെങ്കിൽ നമുക്ക്. അമ്മയ്ക്ക് അതിനോട് ഒരു എതിർപ്പുമില്ല. വിവേക് അമ്മയെ നോക്കി.
ലളിത ചെറിയൊരു പുഞ്ചിരിയോടെ തലകുനിച്ചു. മകൻ്റെ സന്തോഷം തന്നെയാണ് എനിക്ക് പ്രധാനമെന്ന് ലളിത മകനോട് പറഞ്ഞു. അങ്ങനെ മകൻ്റെ ആ വാക്കുകൾ കേട്ട് അമ്മയും ഒടുവിൽ മീരയെ വിവാഹം കഴിക്കുവാൻ സമ്മതം മൂളി. അടുത്ത ദിവസം രാവിലെ സുലോചനയുടെ വീട്ടിൽ വലിയ തിരക്കായിരുന്നു. പുലർച്ചെ മുതൽ തന്നെ അവൾ വീട്ടിലെ ഇവിടെയൊക്കെ നടക്കുകയായിരുന്നു. മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രം, ഇന്നലെ വന്ന ആ ബന്ധം എന്തായിരിക്കുമെന്ന്. കാവേരി അതേ പ്രതീക്ഷയിലായിരുന്നു. കണ്ണാടി മുൻപിൽ നിന്നുകൊണ്ട് അവൾ വീണ്ടും തൻ്റെ മുഖം നോക്കി. ഇന്നലെ വന്ന വരനും അവൻ്റെ അമ്മയ്ക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന ചിന്ത അവളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു വീടിൻ്റെ മുൻപിൽ ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടത്. സുലോചന ചേച്ചി വീട്ടിലുണ്ടോ? സുലോചന വേഗത്തിൽ പുറത്തേക്ക് നടന്നു. വീട്ടുമുറ്റത്ത് ബ്രോക്കർ നിൽക്കുകയായിരുന്നു. ബ്രോക്കറെ കണ്ടതോടെ സുലോചനയുടെ മുഖത്ത് ഉടൻ പ്രതീക്ഷ നിറഞ്ഞു. അയ്യോ വരൂ വരൂ, എന്താണ് വാർത്ത എന്ന് ആവേശത്തോടെ സുലോചന ചോദിച്ചു. ബ്രോക്കർ അകത്ത് കയറി കസാരയിലിരുന്നു. മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. സുലോചനയും കാവേരിയും അവൻ്റെ മുൻപിൽ പ്രതീക്ഷയോടെ നിന്നു. പിന്നീട് ബ്രോക്കർ പതുക്കെ പറഞ്ഞു, ഒരു നല്ല വാർത്തയാണ്. ഇന്നലെ വന്ന ആ ചെക്കന് ഇവിടുത്തെ കുട്ടിയെ വളരെ ഇഷ്ടമായി. ആ വാക്കുകൾ കേട്ടതോടെ സുലോചനയുടെ മുഖം മുഴുവൻ സന്തോഷത്തിൽ തെളിഞ്ഞു. സത്യമാണോ എന്ന് ആവേശത്തോടെ സുലോചന ചോദിച്ചു. ബ്രോക്കർ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, അവർ വീട്ടിൽ പോയി ആലോചിച്ചു. നാളെ തന്നെ അവർ വീണ്ടും ഇവിടേക്ക് വരും വിവാഹം ഉറപ്പിക്കാൻ. ആ വാക്കുകൾ കേട്ടതോടെ സുലോചനയ്ക്ക് സന്തോഷം അടക്കാനായില്ല. അയ്യോ ദൈവമേ, എത്ര നല്ല വാർത്ത എന്ന് സന്തോഷത്തോടു കൂടി തന്നെ സുലോചന പറഞ്ഞു. കാവേരിക്കും അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അവളുടെ മുഖത്ത് അഭിമാന പുഞ്ചിരി നിറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അവർക്ക് എന്നെ ഇഷ്ടമാകുമെന്ന് അവൾ ഉറക്കെ പറഞ്ഞു. സുലോചന ഉടനെ തന്നെ വീടിനകത്ത് ഇവിടെയൊക്കെ എല്ലാവരും ചുറ്റും നോക്കി. നാളെ അവർ വരുമ്പോൾ എല്ലാം നന്നായി ഒരുക്കണം എന്ന് സുലോചന പറഞ്ഞു. വീട്ടിൽ കൂടുതൽ വൃത്തിയും ഒരുക്കങ്ങളും വേണമെന്ന് സുലോചന ചിന്തിച്ചു. കാവേരി മനസ്സിൽ ഇതിനകം തന്നെ പല സ്വപ്നങ്ങളും കണ്ടു തുടങ്ങി. വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമയായി വീട്ടിലേക്ക് വിവാഹം കഴിച്ചു പോകുന്ന ജീവിതം അവൾക്ക് വലിയ അഭിമാനമായിരുന്നു. അവൾ വീണ്ടും കണ്ണാടിയുടെ മുൻപിലേക്ക് പോയി തൻ്റെ മുഖം നോക്കി. സുലോചന സന്തോഷത്തോടെ ഇവിടെയൊക്കെ അവിടെയൊക്കെ നടന്നു. പക്ഷേ ആ വീടിൻ്റെ ഒരു കോണിൽ അടുക്കളയിൽ മീര ശാന്തമായി ഈ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അവളൊന്നും പറഞ്ഞില്ല. ബ്രോക്കർ പറഞ്ഞ നല്ല വാർത്ത കേട്ടതോടെ സുലോചനയും കാവേരിയും ഏറെ സന്തോഷത്തിലായിരുന്നു. വീടിനകത്ത് മുഴുവൻ ആവേശം നിറഞ്ഞു. നാളെ വീണ്ടും വരാനിരിക്കുന്ന ആളെ സ്വീകരിക്കുവാൻ നന്നായി ഒരുക്കണമെന്ന ചിന്ത സുലോചനയുടെ മനസ്സിൽ തുടങ്ങി. അവൾ ഉടനെ വീടിനകത്ത് എല്ലാവരും ചുറ്റും നോക്കി. അപ്പോഴാണ് അവളുടെ കണ്ണ് അടുക്കളയിലേക്ക് പോയത്. അടുക്കളയുടെ ഒരു കോണിൽ മീര ശാന്തമായി ജോലി ചെയ്യുകയായിരുന്നു. അവൾ പതുക്കെ പാത്രങ്ങൾ ഒന്നൊന്നായി എടുത്ത് കഴുകുകയായിരുന്നു. വലതുകാലിന് ബലം കുറവായതിനാൽ പതുക്കെ മാത്രമാണ് നീങ്ങാൻ മീരയ്ക്ക് പറ്റുകയുള്ളൂ. സുലോചന ദേഷ്യത്തിൽ തന്നെ മീരയോട് ചോദിച്ചു, നീ ഇവിടെ എന്താ ഇങ്ങനെ മന്ദമായി നിൽക്കുന്നത് എന്ന് കോപത്തോടെ. മീര തല താഴ്ത്തി നിന്നു. അവൾ ഒന്നും മറുപടി പറഞ്ഞില്ല. സുലോചന വീണ്ടും കഠിനമായി പറഞ്ഞു, നാളെ ആളുകൾ വരും, വീട്ടിൽ എല്ലാം വൃത്തിയായി ഒരുക്കി വെക്കണം കേട്ടോ. മീര പതുക്കെ തലകുനിച്ചു. പക്ഷേ സുലോചന അവിടം കൊണ്ട് നിർത്തിയില്ല. ഇന്ന് തന്നെ എല്ലാം തീർക്കണം, വീട് മുഴുവൻ വൃത്തിയാക്കണം, പാത്രങ്ങൾ കഴുകണം, അടുക്കളയൊക്കെ ശരിയാക്കണം എന്ന് തുടർച്ചയായി സുലോചന പറഞ്ഞുകൊണ്ടേയിരുന്നു. സുലോചനയുടെ ശബ്ദത്തിൽ ദേഷ്യവും അധികാരവും നിറഞ്ഞിരുന്നു. നാളെ എൻ്റെ മകളെ കാണുവാൻ ആളുകൾ വരുമ്പോൾ ഈ വീട് നന്നായി തന്നെ കാണണം. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ തന്നെ ജോലികൾ തുടങ്ങിക്കോ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞു. മീര ശാന്തമായി ഒക്കെ കേട്ടു. അവൾക്കറിയാമായിരുന്നു ഇതെല്ലാം തനിക്കൊറ്റയ്ക്ക് ചെയ്യേണ്ട ജോലിയാണെന്നും. വലതുകാലിന് ബലം കുറവായിരുന്നാലും അവൾക്ക് വിശ്രമിക്കുവാൻ അവകാശമില്ല. സുലോചന വീണ്ടും ഒരു കടുപ്പമുള്ള നോട്ടം മീരയിലേക്ക് നോക്കി. ഇവിടെ നിൽക്കാതെ വേഗം ജോലി നോക്ക് എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. അടുക്കളയിൽ വീണ്ടും നിശബ്ദമായി. മീര പതുക്കെ താഴേക്ക് കുനിഞ്ഞ് വീണ്ടും പാത്രങ്ങൾ കഴുകുവാൻ തുടങ്ങി. വേദന മനസ്സിലുണ്ടായിട്ടും അവളൊന്നും പറഞ്ഞില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. സുലോചനയുടെ വീട്ടിൽ വീണ്ടും വലിയ തിരക്കായിരുന്നു. പുലർച്ചെ മുതൽ തന്നെ അവിടെയൊക്കെ സുലോചന ഓടി നടന്നു. മീര വീട് വൃത്തിയാക്കി ഉച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഭക്ഷണങ്ങളും തയ്യാറാക്കി. കാവേരി വളരെ അലങ്കാരത്തോടെ തയ്യാറായിരിക്കുന്നു. പുതിയ വസ്ത്രം ധരിച്ച് മുഖത്ത് വീണ്ടും മേക്കപ്പ് ചെയ്ത് കണ്ണാടിന് മുൻപിൽ നിന്നുകൊണ്ട് അവൾ തൻ്റെ രൂപം നോക്കുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീടിൻ്റെ മുൻപിൽ ഒരു കാർ വന്ന് നിർത്തി. അവർ വന്നിരിക്കുന്നു എന്ന് സുലോചന ആവേശത്തോടെ പറഞ്ഞു. വീടിൻ്റെ മുൻപിലേക്ക് വേഗത്തിൽ നടന്ന് സുലോചന പുറത്തേക്ക് നടന്നു. കാറിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയത് ലളിതയായിരുന്നു. അവളുടെ പിന്നാലെ വിവേകം ഉറങ്ങി. വരൂ വരൂ എന്ന് സുലോചന അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവർ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഹാളിലിരുത്തി. ഹാളിൽ എല്ലാവരും ഇരുന്ന ശേഷം ചെറിയ സംസാരങ്ങൾ തുടങ്ങി. ഇതിനിടെ അടുക്കളയിൽ നിന്ന് മീര പതുക്കെ അകത്തേക്ക് നോക്കി. അവൾ അല്പം മാറി നിന്നുകൊണ്ട് ഹാളിലിരിക്കുന്നവരെ കണ്ടു. അവൾക്ക് ഇന്നലെ വന്ന ആ ചെക്കൻ ഉടനെ അവൾക്ക് മനസ്സിലായി. പക്ഷേ അവൾ അവിടെ നിൽക്കാതെ വീണ്ടും ഒന്ന് മാറി നിന്നു. അപ്പോഴാണ് സുലോചന കാവേരിയെ വിളിച്ചത്. കാവേരി, ചായ കൊണ്ടുപോയോ? കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കാവേരി ചായയുടെ ട്രേ എടുത്ത് ഹാളിലേക്ക് വന്നു. അവർ പതുക്കെ നടന്ന് എല്ലാവരും ചായ കൊടുക്കുവാൻ തുടങ്ങി. അവൾ വിവേകിൻ്റെ മുൻപിൽ കപ്പ് വെച്ചപ്പോൾ വിവേക് ഒരു നിമിഷം അവളെ നോക്കി. അടുത്ത നിമിഷം വിവേക് പതുക്കെ എഴുന്നേറ്റ് നിന്നു. അവിടെ ഇരുന്ന് എല്ലാവരും വിവേകിനെ നോക്കി. വിവേക് ശാന്തമായി പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. ഹാളിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. പിന്നീട് അവൻ പിന്നെയും തുടർന്നു, ഞാൻ ഈ കുട്ടിയെ എന്ന് പറഞ്ഞത് കാവേരിയെയല്ല. കാവേരിയെ വിവാഹം കഴിക്കുവാൻ തന്നെ എനിക്ക് താല്പര്യമില്ല. ആ വാക്കുകൾ കേട്ടതോടെ സുലോചനയും കാവേരിയും ഒരു നിമിഷം ഒന്ന് ഞെട്ടി. അവർക്കൊരു നിമിഷം ഒന്നും മനസ്സിലായില്ല. വിവേക് പിന്നെയും ശാന്തമായി തുടർന്നു, ഇവിടെ വീട്ടിൽ മറ്റൊരു കുട്ടിയുണ്ടല്ലോ, ഇവളുടെ ചേച്ചി മീര. ആ കുട്ടിയെയാണ് ഞാൻ വിവാഹം കഴിക്കുവാൻ പോകുന്നത്.
ഹാളിൽ വിവേക് പറഞ്ഞ വാക്കുകൾ കേട്ടതോടെ സുലോചനയുടെ മുഖം പെട്ടെന്ന് കടുപ്പമായി. സുലോചനയുടെ കണ്ണുകളിൽ കോപം നിറഞ്ഞു. എന്താണ് നീ പറയുന്നത് എന്ന് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. വിവേക് ശാന്തമായി നിന്നു. പിന്നീട് അവൻ അടുക്കളയുടെ ഭാഗത്ത് നിന്ന് നോക്കി. മീര, ഇവിടെ വരൂ എന്ന് അവൻ വിളിച്ചു. അടുക്കളയുടെ വാതിലിന് സമീപം നിന്നിരുന്ന മീര അത് കേട്ട് ഞെട്ടി. അവൾ ഒരു നിമിഷം അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ ഇതിനകം തന്നെ നിറഞ്ഞിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ എല്ലാവരും അവളെ നോക്കുകയാണ് എന്ന് തോന്നിയപ്പോൾ അവൾ പതുക്കെ മുൻപോട്ട് നടന്നു. വലതു കാലിനും ബലം കുറവായതിനാൽ അവൾ പതുക്കെ മാത്രമേ നടക്കാൻ കഴിഞ്ഞുള്ളൂ. അവൾ ഹാളിലേക്ക് എത്തിയപ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. തല താഴ്ത്തി നിൽക്കുകയായിരുന്നു അവൾ. വിവേക് അത് കണ്ടപ്പോൾ അവൻ്റെ മുഖം ഗൗരവമായി. അവൻ സുലോചനയെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇവിടത്തെ കഥയെല്ലാം എനിക്കറിയാം. ഹാളിൽ വീണ്ടും നിശബ്ദത പടർന്നു. ഈ കുട്ടിയെ നിങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുന്നു എന്ന് ഞാൻ ഇന്നലെ തന്നെ കണ്ടു. സുലോചന ഒരു നിമിഷം ഞെട്ടി വിവേകിനെ ഒന്ന് നോക്കി. വിവേക് വീണ്ടും തുടർന്നു, ഇനി ഇവൾ ഇവിടെ ജീവിക്കേണ്ടതില്ല. ഞാനിവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ പോവുകയാണ്. ആ വാക്കുകൾ കേട്ടതോടെ സുലോചനയ്ക്ക് കോപം കൂടി. അവൾ പെട്ടെന്ന് മീരയുടെ അടുത്തേക്ക് നടന്നു. ഇതെല്ലാം നീ കാരണമാണല്ലോ എന്ന് പറഞ്ഞ് സുലോചന മീരയെ അടിക്കുവാൻ കൈകൾ ഉയർത്തി. പക്ഷേ അതിനു മുൻപേ വിവേക് മുൻപോട്ട് വന്നു. അവൻ ഉടനെ തന്നെ സുലോചനയുടെ കൈകൾ പിടിച്ച് തടഞ്ഞു. മതി എന്ന് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന എല്ലാവരും നിശബ്ദമായി ആ കാഴ്ച നോക്കി. പിന്നീട് വിവേക് തിരിഞ്ഞ് മീരയുടെ കൈകൾ പതുക്കെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം മീരയ്ക്ക് തൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തടയുവാനായില്ല. ഇത്രയും വർഷം ആരും അവൾക്ക് വേണ്ടി നിൽക്കാത്ത ജീവിതത്തിൽ ആദ്യമായി ഒരാൾ അവൾക്ക് വേണ്ടി നിൽക്കുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ മീര പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണിൽ വർഷങ്ങളായി അടക്കി വെച്ചിരുന്ന വേദനയും കഷ്ടപ്പാടും എല്ലാം പുറത്തേക്ക് ഒരു നിമിഷം കൊണ്ട് ഒഴുകി വന്നു. വിവേക് പറഞ്ഞതിന് ശേഷം അവിടെ കൂടുതൽ വാക്കുകൾ ആവശ്യമില്ലായിരുന്നു. അവൻ മീരയുടെ കൈ പതുക്കെ പിടിച്ചു. ലളിതയും അവരോടൊപ്പം നിന്നു. വാ, നമുക്ക് പോകാമെന്ന് വിവേക് ശാന്തമായി പറഞ്ഞു. മീര ഇപ്പോഴും കരച്ചിലോടെ നിൽക്കുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് ഇപ്പോഴും വ്യക്തമായില്ല. പക്ഷേ വിവേകിൻ്റെ അമ്മ ലളിത അവളുടെ അരികിൽ വന്ന് സ്നേഹത്തോടെ പറഞ്ഞു, ഭയപ്പെടേണ്ട മോളെ, ഞങ്ങളുണ്ട് നിന്റെ ഒപ്പം. അങ്ങനെ പറഞ്ഞ് അവർ മീരയെയും കൂട്ടി പുറത്തേക്ക് നടന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വിവേകും അവൻ്റെ അമ്മ മീരയെയും കൂട്ടി കാറിൽ കയറി. കാർ പതുക്കെ സുലോചന വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. മീര കാറിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ജീവിതം ഒരു നിമിഷത്തിൽ തന്നെ മാറിപ്പോകുന്നത് പോലെ അവൾക്ക് തോന്നി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു അമ്പലത്തിൻ്റെ മുൻപിൽ കാർ നിർത്തി. അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ശാന്തമായ ഒരു പ്രഭാതം. ക്ഷേത്രത്തിനകത്ത് മണിയൊച്ച കേൾക്കുകയായിരുന്നു. വിവേക് മീരയെ നോക്കി പറഞ്ഞു, വാ. അവർ മൂവരും ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു. ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് ശേഷം വിവേക് തൻ്റെ കൈകളിലുണ്ടായിരുന്ന താലി എടുത്തു. മീരയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അടുത്ത നിമിഷം വിവേക് മീരയുടെ കഴുത്തിൽ താലി ചാർത്തി. ആ നിമിഷം മീരയുടെ ജീവിതം മാറി. അതിനുശേഷം അവർ വിവേകിൻ്റെ വലിയ വീട്ടിലേക്ക് പോയി. വീടിൻ്റെ മുൻപിൽ കാർ നിർത്തിയപ്പോൾ മീര വീണ്ടും ചുറ്റും നോക്കി. വലിയൊരു വീട്. അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സൗകര്യം. അവൾ അകത്തേക്ക് കയറിയ ഉടനെ തന്നെ ഇതുവരെ അടക്കി വെച്ചിരുന്ന വികാരങ്ങളെല്ലാം പുറത്തേക്ക് പൊട്ടി. മീര ഉറക്കെ പൊട്ടിക്കരഞ്ഞു. അത് സന്തോഷമോ ഭയമോ ആശ്ചര്യമോ എല്ലാം ചേർന്ന കരച്ചിലായിരുന്നു. ലളിത ഉടൻ അവളുടെ അടുത്തേക്ക് വന്നു. കരയേണ്ട മോളെ എന്ന് പറഞ്ഞ് മീരയുടെ തലയിൽ കൈവച്ചു. ഇന്ന് നീ ഒറ്റയ്ക്കല്ല, നിന്റെ ഒപ്പം ഞങ്ങളുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ മീര വീണ്ടും കരഞ്ഞു. അതേ ദിവസം തന്നെ വൈകുന്നേരം വിവാഹത്തിൻ്റെ റിസപ്ഷൻ പാർട്ടി വീട്ടിലൊരുക്കി. വിവേകിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പലരും അവിടെ എത്തി. പക്ഷേ എല്ലാവർക്കും ഈ വിവാഹം അപ്രതീക്ഷിതമായിരുന്നു. ചിലർ തമ്മിൽ സംസാരം തുടങ്ങി. ഇവളാണോ ആ പെൺകുട്ടി? കാലിന് സുഖമില്ലാത്ത ഇവളെയാണോ അവൻ വിവാഹം ചെയ്തത്? ഇങ്ങനെ പലരും പല വാക്കുകളായി പറയുവാൻ തുടങ്ങി. ഇതെല്ലാം മീരയുടെ ചെവിയിൽ പതിഞ്ഞു. അവൾക്ക് വളരെ അസ്വസ്ഥതയായി. കുറച്ച് സമയം കഴിഞ്ഞ് അവൾ വിവേകിൻ്റെ അടുത്തേക്ക് നടന്നു. കണ്ണുകൾ വീണ്ടും കണ്ണുനീർ നിറഞ്ഞിരുന്നു. വിവേകിനോട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, സാർ, എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചത്? അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സാറിനെ പറ്റിയ പെൺകുട്ടിയല്ല ഞാൻ. 4 ആളുകൾ കൂടുന്നിടത്ത് സാറിന് എന്നെ പരിചയപ്പെടുത്തുവാൻ പോലും പറ്റില്ല. മീര ഒരു നിമിഷം തല താഴ്ത്തി. ആ വാക്കുകൾ കേട്ടപ്പോൾ വിവേക് ഒരു നിമിഷം മിണ്ടാതെയായി. പിന്നീട് അവൻ പതുക്കെ മുൻപോട്ട് വന്നു. അവൻ മീരയെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. മീര അമ്പരന്ന് ഒരു നിമിഷം വിവേകിനെ നോക്കി. വിവേക് ശാന്തമായി പറഞ്ഞു, നീ എൻ്റെ സ്വന്തമാണ്. നീ ഒരിക്കലും എനിക്ക് അപമാനമല്ല. അവൻ്റെ ശബ്ദത്തിൽ ഉറപ്പുണ്ടായിരുന്നു. നിനക്കറിയുമോ ഞാൻ നിന്നെ എന്തിനാണ് വിവാഹം ചെയ്തതെന്ന്? മീര നിശബ്ദമായി നിന്നു. വിവേക് പിന്നെയും തുടർന്നു, കാരണം നീ നല്ല മനസ്സുള്ള ഒരാളാണ്. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. അവൻ്റെ കൈകൾ ഇപ്പോഴും മീരയുടെ സ്നേഹത്തോടെ മീരയെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ആ നിമിഷം മീരയുടെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം വേദനയുടെ കണ്ണുനീരല്ല, സന്തോഷത്തിൻ്റെയായിരുന്നു. വിവേക് മീരയെ ചേർത്ത് പിടിച്ചിരുന്നു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഒരു നിമിഷം നോക്കി നിന്നു. ചിലർ അതിശയത്തോടെ, ചിലർ സംശയത്തോടെ അവരെ നോക്കി. പക്ഷേ വിവേക് ഒരു നിമിഷം പോലും പിന്നോട്ട് നിന്നില്ല. അവൻ മീരയുടെ കൈപിടിച്ച് അവിടെയുണ്ടായിരുന്ന അതിഥികളിലേക്ക് എല്ലാവർക്കും തിരിഞ്ഞു. ഇത് മീര, ഇതാണ് എൻ്റെ ഭാര്യ. ഇന്നു മുതൽ ഇവൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വിവേകിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ലളിതയും സന്തോഷത്തോടെ മീരയെ നോക്കി.
അവളുടെ മനസ്സിൽ ഒരു കാര്യമാണ് തോന്നിയത്. വിവേക് ശരിയായി തീരുമാനം തന്നെയാണ് എടുത്തതെന്ന് ലളിത മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ആ രാത്രി കടന്നുപോയി. ദിവസങ്ങൾ പതുക്കെ മുൻപോട്ട് പോകുവാൻ തുടങ്ങി. മീര പതുക്കെ പുതിയ ജീവിതത്തിലേക്ക് ഒത്തുചേരാൻ തുടങ്ങി. വിവേക് ലളിതയും അവളെ ഒരിക്കലും ഒറ്റപ്പെടുത്തിയതായി തോന്നിയിട്ടില്ല. ഒരു ദിവസം വിവേക് തൻ്റെ ടെക്സ്റ്റൈൽ ബിസിനസ്സിനായി പുതിയ ഡിസൈനുകൾ വരയ്ക്കുകയായിരുന്നു. മേശപ്പുറത്ത് പല നിറത്തിലുള്ള പെൻസിലുകൾ കിടക്കുന്നു. വിവേക് ശ്രദ്ധയോടെ ഡിസൈൻ വരയ്ക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് മീര അവിടേക്ക് വന്നത്. അവൾ അവൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. ആ ഡിസൈൻ നോക്കുകയും ചെയ്തു. ഇത് നല്ലതാണ്, അവൾ പറഞ്ഞു. വിവേക് ഒരു നിമിഷം മീരയെ നോക്കി. നിനക്കിതെല്ലാം മനസ്സിലാകുമോ എന്ന് അവൻ ചോദിച്ചു. മീര പതുക്കെ പറഞ്ഞു, ഇവിടെ ഒന്ന് മാറ്റിയാൽ നന്നായിരിക്കും എന്ന്. അവൾ പെൻസിലെടുത്ത് ആ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. വിവേക് അത് ശ്രദ്ധിച്ചു നോക്കി. ആ മാറ്റങ്ങൾ കൊണ്ട് ഡിസൈൻ പുതിയതായി മനോഹരമായി തോന്നി. ഇത് നീ തന്നെ വരച്ചതാണോ എന്ന് അവൻ അമ്പരന്ന് ചോദിച്ചു. മീര അല്പം മടിച്ചു പറഞ്ഞു, ചെറുപ്പം മുതലേ എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഡിസൈനുകളൊക്കെ വരയ്ക്കുവാറുണ്ട്. ഇത് കേട്ടപ്പോൾ വിവേക് കൂടുതൽ ശ്രദ്ധിച്ചു. അടുത്ത ദിവസം വീണ്ടും അവൻ ഡിസൈൻ വരയ്ക്കുമ്പോൾ മീര വീണ്ടും വന്നു നോക്കി. ഇവിടെ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ മീരയുടെ കഴിവ് അവർ മനസ്സിലാക്കി. വിവേകും ലളിതയും കൂടി അവൾക്ക് ഒരു തുണി ഡിസൈൻ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി. അതിനുശേഷം വിവേക് മീരയെ തന്നെ ഡിസൈൻ വരയ്ക്കുവാൻ പറഞ്ഞു. മീര ആദ്യം ഭയപ്പെട്ടു. എനിക്ക് പറ്റുമോ എന്ന് അവൾ ചോദിച്ചു. പക്ഷേ വിവേക് ചിരിച്ചു പറഞ്ഞു, നിനക്ക് തീർച്ചയായും പറ്റും. അങ്ങനെ മീര തൻ്റെ വലിയ ടെക്സ്റ്റൈൽസിൻ്റെ ഡിസൈൻ വരച്ചു തുടങ്ങി. ആ ഡിസൈൻ അനുസരിച്ച് തുണി തയ്യാറാക്കി ഷോപ്പിൽ വെച്ചു. തുണികൾ കണ്ട് ആളുകൾക്ക് അതെല്ലാം ഇഷ്ടമായി. പുതിയ ഡിസൈനുകൾ വളരെ അധികം വിറ്റുപോകുവാൻ തുടങ്ങി. ടെക്സ്റ്റൈൽ ഷോപ്പിൽ തിരക്കുകൾ കൂടുവാൻ തുടങ്ങി. മീരയുടെ ഡിസൈനുകൾ ആളുകൾക്ക് ഏറെ ഇഷ്ടമായി. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വിവേകിൻ്റെ ബിസിനസ് കൂടുതൽ വളർന്നു. വ്യാപാരം വർദ്ധിച്ചു. അതിനുശേഷം അവർ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ തീരുമാനിച്ചു. ഒരു ബ്രാഞ്ച്, പിന്നെ മറ്റൊന്ന്. അങ്ങനെ വിവേകിൻ്റെ ടെക്സ്റ്റൈൽസിൽ മീര ഡിസൈനുകൾ വരച്ച് വിവേകിൻ്റെ ടെക്സ്റ്റൈൽസ് ഉയരുവാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് പോയപ്പോൾ മീരയുടെ ജീവിതം മുഴുവൻ മാറി. വിവേകിൻ്റെ വീട്ടിൽ അവൾക്ക് ഭയമൊന്നുമില്ലായിരുന്നു. ലളിത അവളെ സ്വന്തം മകളെ പോലെ തന്നെ നോക്കിയത്. ഒരു ദിവസം മീര നടക്കുമ്പോൾ അവളുടെ വലതുകാലിൻ്റെ ബുദ്ധിമുട്ട് വിവേക് കൂടുതൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. വിവേക് ഉടനെ തന്നെ ലളിതയോട് പറഞ്ഞു, അമ്മേ, നമുക്ക് എന്തായാലും മീരയെ ഒരു ഡോക്ടറെ കാണിക്കാം. അങ്ങനെ അവർ മീരയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ഡോക്ടർമാർ അവളുടെ കാല് പരിശോധിച്ചു. പിന്നീട് ഒരു ഓപ്പറേഷൻ ചെയ്താൽ കാലിൻ്റെ ചലനശേഷി കൂടുതൽ തിരികെ കിട്ടുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മീരയ്ക്ക് അല്പം ഭയമായി. പക്ഷെ വിവേക് അവളുടെ കൈ പിടിച്ച് പറഞ്ഞു, ഞാനുണ്ട് നിൻ്റെ ഒപ്പം, നീ ഭയപ്പെടേണ്ട. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മീരയ്ക്ക് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തു കാലിന്. ദിവസങ്ങൾ കടന്നു പോയപ്പോൾ മീര പതുക്കെ വീണ്ടും നടക്കുവാൻ പരിശീലനം തുടങ്ങി. ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ ദിവസവും അവളുടെ കാലിന് കൂടുതൽ ശക്തി ലഭിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ സാധാരണ പോലെ തന്നെ നടക്കാൻ കഴിയും. മീര പതുക്കെ എഴുന്നേറ്റു. ഒരു ചുവട്, പിന്നെ മറ്റൊരു ചുവട്. അങ്ങനെ അവൾ സാധാരണ ആളുകളെ പോലെ തന്നെ നടക്കുവാൻ തുടങ്ങി. ആ നിമിഷം മീരയുടെ കണ്ണുകൾ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. വിവേക് ലളിതയും സന്തോഷത്തോടെ മീരയെ നോക്കി. ഇത്രയും വർഷം അവൾ സഹിച്ച വേദനയ്ക്ക് ശേഷം മീരയ്ക്ക് വീണ്ടും സ്വാഭാവികമായി നടക്കുവാനുള്ള ചലനശേഷി ലഭിച്ചു. അവളുടെ ജീവിതം ഇപ്പോൾ ശരിക്കും പുതിയ വഴിയിലേക്ക് മാറിയിരിക്കുന്നു. കാലം വീണ്ടും മുൻപോട്ട് പോയി. വിവേകിൻ്റെ മീരയുടെ ജീവിതം പതുക്കെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുകയായിരുന്നു. ബിസിനസ്സും വളർന്നു. വീടും കുട്ടികളുമായി അവർക്ക് സന്തോഷത്തോടെ അവർ കഴിഞ്ഞു. പക്ഷേ അതേസമയം സുലോചനയുടെയും കാവേരിയുടെയും ജീവിതത്തിൽ കാര്യങ്ങൾ മറുവശത്തേക്ക് തിരിയുവാൻ തുടങ്ങി. കാവേരി പിന്നീട് വന്ന ചില ബന്ധങ്ങൾ ഒന്നും നടക്കാതെ പോയി. സുലോചനയുടെ കടുപ്പമുള്ള സ്വഭാവം പലർക്കും ഇഷ്ടമായില്ല. സമയം കടന്നപ്പോൾ അവർക്ക് സാമ്പത്തികമായി പ്രശ്നങ്ങൾ തുടങ്ങി. വീട്ടിലെ ചില കടങ്ങളും പ്രശ്നങ്ങളും കൂടി. അവസാനം അവർ താമസിച്ചിരുന്ന വീട് പോലും നഷ്ടമായി. ഒരു ദിവസം അവർക്ക് പോലും പോകുവാൻ സ്ഥലമില്ലാതെയായി. സുലോചനയ്ക്കും കാവേരിയും പെരുവഴിയിൽ നിൽക്കുന്ന അവസ്ഥയിലായി. ജീവിതം എത്ര മാറിയെന്ന് അപ്പോൾ സുലോചനയ്ക്ക് മനസ്സിലായി. ഒരിക്കൽ അപമാനിച്ച മീര ഒടുവിൽ മറ്റൊന്നും ചെയ്യാൻ വഴിയില്ലാതെ സുലോചന കാവേരിയെയും കൂട്ടി മീരയുടെ വീട്ടിലെത്തി. വീടിൻ്റെ വാതിലിന് മുൻപിൽ അവർ നിശബ്ദമായി നിന്നു. വാതിൽ തിരുന്നു മീര പുറത്തേക്ക് വന്നു. മീര മുന്നിൽ കണ്ടത് സുലോചനയെയും കാവേരിയെയും. അവരുടെ മുഖത്ത് ക്ഷീണം നിറഞ്ഞിരുന്നു. കണ്ണുകളിൽ ലജ്ജയും വേദനയും ഉണ്ടായിരുന്നു. സുലോചന ഒരു നിമിഷം മിണ്ടാതെയായി. പിന്നീട് തലതാഴ്ത്തി പറഞ്ഞു, മീര, ഞങ്ങൾക്കിപ്പോൾ പോകുവാൻ വേറെ ഇടമില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ മീര ഒരു നിമിഷം നിശബ്ദമായി നിന്നു. പിന്നീട് അവൾ മുൻപോട്ട് നടന്നു. സുലോചനയും കാവേരിയെയും നോക്കി. അവരെ രണ്ടുപേരും മീര ചേർത്ത് പിടിച്ചു. ഇവിടെ ആരും അന്യരല്ല എന്ന് മീര ശാന്തമായി പറഞ്ഞു. അവൾ അവരെ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾ അനുഭവിച്ച എല്ലാ വേദനകൾക്കും അപ്പുറം മീരയുടെ മനസ്സ് ക്ഷമിക്കുവാൻ അറിയുന്ന മനസ്സായിരുന്നു. അവളുടെ നല്ല മനസ്സ് ഒടുവിൽ എല്ലാവരും വീണ്ടും ഒരുമിച്ച് കൊണ്ടുവന്നത്. അങ്ങനെ വേദനയിൽ തുടങ്ങി സ്നേഹത്തിലും ക്ഷമയിലും അവസാനിച്ച മീരയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്.